നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാറുണ്ട് എന്നുള്ളൊരു വിമർശനം അത് കേൾക്കുന്നൊരു രാജ്യമാണ്. എന്നാൽ അവർ ഇത് ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമല്ല. പല കാര്യങ്ങളിലും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല കാര്യങ്ങളും മൂടി വെക്കാറുണ്ട് ഇസ്രയേൽ എന്ന രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണങ്ങൾ പലതാണ്. ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ സൈനിക രഹസ്യങ്ങൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് തങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് എതിരാളികൾ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് എതിരാളികൾക്ക് സഹായകരമാകും എന്നുള്ളത് കൊണ്ടും മറച്ചു പിടിക്കാം. അതായത് മറ്റു രാജ്യങ്ങളെല്ലാം സുതാര്യമായി കാര്യങ്ങൾ കാണുമ്പോൾ ഇസ്രയേൽ പല കാര്യങ്ങളും പൊതിഞ്ഞു പിടിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നൊരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. ഏകദേശം 30ഓളം പൈലറ്റുകൾ ഇസ്രയേലിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇവിടെ പറയുന്നത്. 12 ദിവസത്തോളം നീണ്ടുനിന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടെയാണ് ഈ ഒരു 30ഓളം പൈലറ്റുകളെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രയേലിന് സമീപകാലത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ മറച്ചുവെച്ച സത്യങ്ങളാണിത്, അതായത് ലോകത്തോട് പറയാതെ ഇസ്രയേൽ മറച്ചുവെച്ച സത്യങ്ങളാണ് ഇത് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ഒരു മുൻ പ്രതിനിധി പറയുന്നത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ ഒരു ഭരണമാറ്റമാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും, അതായത് സൂപ്പർ പവർ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിൽ കനത്ത തിരിച്ചടി, കനത്ത പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇറാനും ഇറാന്റെ സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിക്കും ഈ വിജയത്തിൽ ആശംസകൾ നൽകുന്നു എന്ന രീതിയിലാണ് ഈ ഇറാന്റെ മുൻ പ്രതിനിധി ഇവിടെ പറയുന്നത്. ഇസ്രയേൽ പല കാര്യങ്ങളും മൂടിവെക്കുകയാണ്, ഇനിയും ഇത്തരം കാര്യങ്ങൾ അത് പുറത്തേക്ക് വരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇറാൻ മാത്രമല്ല, ഇസ്രയേലിലെ പ്രതിപക്ഷ പാർട്ടികളും എന്തിന് സത്യം മൂടിവെക്കുന്നു എന്നൊരു ചോദ്യവുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ചോദിക്കുന്നത് ഇറാൻ അല്ല, ഇസ്രയേലിന്റെ തന്നെ പ്രതിപക്ഷ പാർട്ടികളാണ്. അവർ പറയുന്നത് സത്യം അറിയാനായിട്ട് ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ്. മറ്റൊരു വാർത്ത വരുന്നത് സിറിയയിൽ നിന്നാണ്. 2025 ജൂലൈ 16 ഇസ്രയേൽ തങ്ങളുടെ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ദമാസ്കസ് ആക്രമിക്കുകയുണ്ടായി. പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ വ്യോമതാവളങ്ങൾക്ക് നേരെയും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ഇസ്രയേൽ മറ്റൊരു രാജ്യത്തിനകത്ത് കയറിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും അതുപോലെ തന്നെ സിറിയൻ സൈനിക കേന്ദ്രത്തിലും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലും എല്ലാം തന്നെ ആക്രമണമുണ്ടായി. ഇസ്രയേൽ പറയുന്നത് ദ്രൂസ് സമുദായത്തിന്റെ ഒരു സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം അതുണ്ടായിരിക്കുന്നതെന്നാണ്. അതായത് മറ്റൊരു രാജ്യത്ത് കയറി അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയും ഇത്തരമൊരു പ്രവൃത്തി ഇസ്രയേൽ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം വിമർശനങ്ങൾ ഇസ്രയേലിന്റെ ഈ ഒരു നടപടിയെക്കുറിച്ച് ഉയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഇസ്രയേൽ എന്ത് ചെയ്താലും അതിനെ ബാക്ക് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ഇക്കാര്യത്തിൽ കാര്യമായൊരു സപ്പോർട്ട് ഇസ്രയേലിന് നൽകുന്നില്ല. അതായത് ഇസ്രയേലിനോട് ഈ ഒരു കാര്യത്തിൽ മാത്രം കുറച്ചകന്നു മാറി നിൽക്കുകയാണ് അമേരിക്ക. ഇസ്രയേലിനെ എല്ലാ കാലത്തും ന്യായീകരിച്ച് നിന്നിരുന്ന അമേരിക്ക എന്നാൽ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. അതായത് അമേരിക്ക പബ്ലിക്കായിട്ട് ഇസ്രയേലിന് ഒരു സപ്പോർട്ടും ഈ ഒരു കാര്യത്തിൽ ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ തുർക്കി, നാറ്റോ രാജ്യമായിട്ടുള്ള തുർക്കി ഈ സിറിയയിൽ നടന്ന ഈ ഒരു വിഷയത്തിൽ ശക്തമായൊരു മുന്നറിയിപ്പുമായിട്ട് വരുന്നുണ്ട്. തുർക്കി പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദോഗാൻ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സിറിയൻ ലീഡർ ആയിട്ടുള്ള അഹമ്മദ് അൽ ഷറയുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇസ്രയേലിന്റെ പ്രവൃത്തിയെ നിശിതമായി വിമർശിച്ച എർദോഗാൻ ഇസ്രയേൽ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന് തന്നെ ഭീഷണിയാണ് എന്നാണ് തയ്യബ് എർദോഗാൻ, അതായത് തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തയ്യബ് എർദോഗാൻ അഭിപ്രായപ്പെട്ടത്. ഇസ്രയേൽ സിറിയയിൽ നടത്തിയ ആക്രമണം അതൊരു പക്ഷേ സിറിയയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചേക്കാം എന്നൊരു മുന്നറിയിപ്പ് അത് തയ്യബ് എർദോഗാൻ നൽകുന്നുണ്ട്. സിറിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ കുറച്ചധികം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്ത് എത്രയും പെട്ടെന്ന് തന്നെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.